ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സന്നിധാനത്ത് പരിശോധന നടത്തി. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. 2 ദിവസത്തെ പരിശോധന പൂർത്തിയാക്കി അമിക്കസ് ക്യൂറി മടങ്ങി. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനാണ് അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാനായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, കഴിഞ്ഞ പ്രാവശ്യം ശബരിമല നട തുറന്ന സമയത്ത് തന്നെയാണ് SIT അവിടെ പരിശോധന നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ അമിക്കസ് ക്യൂറിയും സന്നിധാനത്ത് പരിശോധന നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമൂല്യ വസ്തുക്കളുടെ ശേഖരത്തിലാണ് ആ ഒരു കണക്കെടുപ്പ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും തന്നെ നിലനിൽക്കുന്നുണ്ടോ ശബരിമലയിൽ? ഇനി ബാക്കി എന്തെങ്കിലും വച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. വിശദാംശങ്ങൾ ഗോകുൽ. അഞ്ജന, ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് ക്യൂറി ആയിട്ടുള്ള ജസ്റ്റിസ് KT ശങ്കറിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധനാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു തവണ ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമലയിലെത്തി ഈ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് പരിശോധനകൾ ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് 2ാം ഘട്ട പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. കഴിഞ്ഞ 13-ാം തീയതി, അതായത് മിനിഞ്ഞാന്ന് മുതലാണ് ആരംഭിച്ച പരിശോധന. ഇന്നലെ വൈകുന്നേരമാണ് പൂർത്തിയായത്. അതിനുശേഷം ഇന്ന് അദ്ദേഹം ജസ്റ്റിസ് KT ശങ്കരൻ മലയിറങ്ങിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ശബരിമലയിൽ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. പരിശോധന നടപടികൾ പൂർത്തിയായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും വരുന്ന ഘട്ടങ്ങൾ കൂടി ഉണ്ടാകും ശബരിമലയിലടക്കം പരിശോധന. എന്തായാലും ജസ്റ്റിസ് KT ശങ്കറിൻ്റെ പരിശോധന ശബരിമലയിൽ മാത്രമല്ല ആറന്മുളയിലും നേരത്തെ 2 തവണയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആറന്മുള ക്ഷേത്രത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും ശബരിമലയിലെ പ്രധാനപ്പെട്ട ചില അമൂല്യ വസ്തുക്കളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട്. അതായത് ശബരിമലയിൽ വയ്ക്കാത്ത അതിലും കൂടിയ അമൂല്യ വസ്തുക്കളൊക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് റൂം ആറന്മുളയിലാണ്. ആ സ്ട്രോങ് റൂമിലാണ് വെച്ചിരിക്കുന്നത്. അവിടെയും 2 തവണ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ശബരിമലയിലും 2 തവണ പരിശോധന ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ സ്ട്രോങ് റൂമിലുള്ള ആ വസ്തുക്കളുടെ, പ്രത്യേകിച്ച് കട്ടളപ്പാളി, പഴയ കട്ടളപ്പാളി അടക്കമുള്ള വസ്തുക്കൾ ഇപ്പോഴും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവയിലെ സ്വർണ്ണത്തിൻ്റെ മാറ്റും തൂക്കവും അടക്കമുള്ള അളവുകളാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതുകൂടാതെ തന്നെ മറ്റ് കാണിക്കയായിട്ട് ലഭിച്ചിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ, നവരത്നം അടക്കമുള്ള, സ്വർണ്ണം അടക്കമുള്ള, വജ്രം അടക്കമുള്ള വസ്തുക്കൾ കാണിക്കയായിട്ടൊക്കെ ശബരിമലയിൽ ലഭ്യമായിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ സ്ട്രോങ് റൂമിലടക്കം സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തൂക്കം കൃത്യമായിട്ട് അദ്ദേഹം അളന്ന് രേഖപ്പെടുത്തുകയും അത് കൃത്യമായിട്ട് റിപ്പോർട്ടാക്കി ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. എന്തായാലും ആ നിയോഗത്തിൽ അദ്ദേഹം അതിൻ്റെ പല ഘട്ടങ്ങളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പരിശോധന നടപടികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഘത്തിലുണ്ട്. 7-അംഗ സംഘമാണ് ഈ പരിശോധന നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ താൽക്കാലികമായിട്ട് മലയിറങ്ങി. ഇനി വീണ്ടും ശബരിമലയിലെത്തി പരിശോധന നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ സ്വർണ്ണക്കവർച്ച ആരോപണം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഇവിടുത്തെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പിനായിട്ട് വിരമിച്ചിട്ടുള്ള ജസ്റ്റിസായിട്ടുള്ള KT ശങ്കറിനെ അമിക്കസ് ക്യൂറിയായിട്ട് നിയോഗിക്കുകയുണ്ടായത്. തുടർന്നാണ് അദ്ദേഹം പലവിധ പരിശോധനകൾ പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു പരിശോധന നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് അദ്ദേഹം ഈ ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയുണ്ടാവുകയുള്ളൂ. അന്നേരം മാത്രമേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളുടെ ഈ ഇത്തരത്തിൽ ക്രമക്കേടുകളോ അപാകതകളോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ റിപ്പോർട്ട്, ജസ്റ്റിസ് KT ശങ്കരൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഏറെ നിർണായകമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി എന്തായാലും എപ്പോഴായിരിക്കും അടുത്ത ഘട്ട പരിശോധന എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ.